നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടൂർ ടൗണിലെ തരങ്കിണി സിൽവർ ജ്വല്ലറിയുടെ ഭിത്തി തുരന്ന് വെള്ളിയാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഡല്ലൂർ എരുമാട് സ്വദേശിയായ ജോസ് മാത്യുവിനെയാണ് പോലീസ് പിടികൂടിയത്. നിലമ്പൂർ കോവിലകത്ത് മുറിയോട് ചേർന്നുള്ള മൊടവണ്ണക്കടവിൽ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പ്രാഥമിക സ്ഥലപരിശോധന നടത്തി. പൊതുമരാമത്ത് വകുപ്പിലെ മലപ്പുറത്തു നിന്നുള്ള വിവിധ ഉദ്യോഗസ്ഥരാണ് സ്ഥലപരിശോധന നടത്തിയത്. ചില്ലറ കഞ്ചാവ് വിൽപ്പനക്കാർക്കായി കൊണ്ടുവന്ന 16.335 കിലോഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശി തയ്യിൽ വീട്ടിൽ നിഹാൽ മുഹമ്മദാണ് പിടിയിലായത്. കേരള സർക്കാരിന്റെ തൂഫാൻ നർക്കോട്ടിക് ഹണ്ടിന്റെ ഭാഗമായി വഴിക്കടവ് പോലീസ് സ്റ്റേഷനും നാരോക്കാവ് HS, മരുത GHSS, SPC യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ സൈനികക്ഷേമ വകുപ്പും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കും ചേർന്ന് നിലമ്പൂരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിവിധ യൂണിറ്റുകളുടെ ഭാഗമായി നിരവധി വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. വണ്ടൂർ ടൗണിലെ തരങ്കിണി സിൽവർ ജ്വല്ലറിയുടെ ഭിത്തി തുരന്ന് വെള്ളിയാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഡല്ലൂർ എരുമാട് സ്വദേശിയായ ജോസ് മാത്യുവിനെയാണ് എറണാകുളത്ത് ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസ് പിടികൂടിയത്. മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയ പ്രതി ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ഭിത്തി ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകുവാൻ പാകത്തിൽ തുരന്നാണ് അകത്ത് കയറിയത്. തുടർന്ന് ഷോക്കേസുകളിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം 2 കിലോയോളം തൂക്കം വരുന്ന വെള്ളി ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. മോഷണ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും സാങ്കേതിക വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതിയായ ജോസ് മാത്യുവിനെതിരെ സംസ്ഥാനത്ത് ആകെ 150ഓളം മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. നിലമ്പൂർ കോവിലകത്ത് മുറിയോട് ചേർന്നുള്ള മൊടവണ്ണക്കടവിൽ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പ്രാഥമിക സ്ഥലപരിശോധന നടത്തി. പൊതുമരാമത്ത് വകുപ്പിലെ മലപ്പുറത്ത് നിന്നുള്ള വിവിധ ഉദ്യോഗസ്ഥരാണ് സ്ഥലപരിശോധന നടത്തിയത്. നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ കോവിലകത്ത് മുറിയോട് ചേർന്നുള്ള പ്രദേശങ്ങളെ ചാലിയാർ നദിക്കക്കരെയുള്ള ചാലിയാർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുവാൻ മൊടവണ്ണയിൽ ചാലിയാറിന് കുറുകെ പാലം നിർമ്മിക്കണം. നിലവിൽ ചന്തക്കുന്ന് വഴി മൈലാടി പാലം കടന്ന കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം മൊടവണ്ണയിലെത്താൻ. മൊടവണ്ണക്കടവിൽ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. മുൻപ് ചാലിയാർ പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിലുള്ളവർ വേഗത്തിൽ നിലമ്പൂരിലെത്തുവാൻ മൊടവണ്ണയിലെ കടവ് വഴി കടത്തുതോണി കടന്നാണ് എത്തിയിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് തോണികൾ ഇല്ലാതായതോടെ യാത്ര ദുരിതമായി. പുതിയ പാലം യാഥാർത്ഥ്യമായാൽ വർഷങ്ങളായി ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകും. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷറഫുദ്ദീൻ, ഓവർസിയർ ബാദുഷ, നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ P. സൂരജ്, പനയംകോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ CK വിനോദ്, പൊടവണ്ണ വാർഡംഗം CK വിനോദ്, നിലമ്പൂർ നഗരസഭ മുൻ കൌൺസിലർ ഗിരീഷ് മോളൂർ മഠത്തിൽ, സുരേഷ് മാടത്തൊടി, EA മുരളി, ശ്രീജിത്ത്, C. കാർത്തിക് തുടങ്ങിയവർ പങ്കെടുത്തു. ചില്ലറ കഞ്ചാവ് വിൽപ്പനക്കാർക്കായി കൊണ്ടുവന്ന 16.335 കിലോഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. മേലാറ്റൂർ എപ്പിക്കാട് സ്വദേശി തയ്യിൽ വീട്ടിൽ നിഹാൽ മുഹമ്മദാണ് പിടിയിലായത്. മഞ്ചേരി, പാണ്ടിക്കാട്, മേലാറ്റൂർ ഭാഗങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് വിൽക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ഡാൻസ് ഓഫ് സംഘവും മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മനോജ്, SIമാരായ അഖിൽ രാജ്, വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മഞ്ചേരി പോലീസും ചേർന്നാണ് മഞ്ചേരി ചമയം ജംഗ്ഷനിൽ വച്ച് പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്തത്.
പോലീസ് സംഘം പ്രതിയുടെ വാഹനത്തെ പിന്തുടരുന്നത് സംശയിച്ച പ്രതി നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. കഞ്ചാവ് കൊണ്ടുവരുവാൻ സഹായം ചെയ്തവരെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS, മലപ്പുറം ഡിവൈഎസ്പി സുഭാഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മനോജ് K. ഗോപി, മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അഖിൽ രാജ്, വാസുദേവൻ ഒട്ടുപാറ, തൗഫീഖ് മുബാരക്, ഉബൈദുള്ള M, സുധീഷ് K, മുഹമ്മദ് സാലിം, ശ്രീരാജ്, പ്രശാന്ത്, ഡാൻസ് അംഗങ്ങളായ ആസിഫ് അലി, കൃഷ്ണകുമാർ, മനോജ്, പ്രഫുൽ, IK ദിനേശ്, R രഞ്ജിത്ത്, P സലീം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത്. കേരള സർക്കാരിന്റെ തൂഫാൻ നർക്കോട്ടിക് ഹണ്ടിന്റെ ഭാഗമായി വഴിക്കടവ് പോലീസ് സ്റ്റേഷനും നാരോക്കാവ് HS, മരുത GHS, SPC യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മിഥുൻ N ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച റാലി വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ തോമസ് M മുജീബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുകേഷ് E, V അൻസാർ, ശ്രുതിൻ A, വിനു P, വിനീഷ് K, CPOമാരായ മുസഫർ KP, ദിവ്യരാജ്, മുൻഷിർ K, കേഡറ്റുകളായ ഹന്ന ഷെറിൻ, മിൻഹ മെഹബിൻ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ലാ സൈനികക്ഷേമ വകുപ്പും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കും ചേർന്ന് നിലമ്പൂരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിവിധ യൂണിറ്റുകളുടെ ഭാഗമായി നിരവധി വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ വിനോദൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് NA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ സ്റ്റേറ്റ് ഗവർണിംഗ് കൌൺസിൽ അംഗം K കിരാതദാസ്, ബ്ലോക്ക് സെക്രട്ടറി സാബു PG, സക്കറിയാസ് ബാബു, K രാമനാഥൻ, സൈനികക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരായ അഭിനേഷ് P, കിഷോർ G, വിൽസൺ തോമസ്, ശ്രീജിത്ത് T എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. വഴിക്കടവ് യൂണിറ്റ് സെക്രട്ടറി NV അജിത് കുമാർ സ്വാഗതവും മൂത്തേടം യൂണിറ്റ് പ്രസിഡന്റ് P ശശാങ്കൻ നന്ദിയും രേഖപ്പെടുത്തി. നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. യൂണിയൻ ഹോട്ടൽ ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് U നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരാണെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ വ്യാപാരികളുടെ കുട്ടികളായിരിക്കും. ഒന്നുകിൽ ഒരു ജനറൽ സ്റ്റോർ ഉടമയുടെ മകൻ, അല്ലെങ്കിൽ ഒരു ചായക്കടക്കാരൻ്റെ മകൻ. അവൻ ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലാണ് സാധാരണ ഇരിക്കുക ആ കാലഘട്ടങ്ങളിൽ. എന്തെന്നാൽ അവനൊരു 9:30-10 മണി വരെ അവൻ്റെ പിതാവിനെ സഹായിച്ച്, അല്ലെങ്കിൽ ചായക്കടയിൽ ചായ കൊടുത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആ കാലഘട്ടം മാറിയതോടുകൂടി വ്യാപാരികളുടെ മക്കളും അവരുടെ പുതിയ തലമുറയും ഒരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാ മേഖലകളിലും അവരെത്തിപ്പെടാത്ത മേഖലകളിൽ, ഡോക്ടേഴ്സിൻ്റെ മേഖലകളിലായാലും, എഞ്ചിനീയർമാരായാലും, അധ്യാപകരായാലും, സയൻറ്റിസ്റ്റുകളായാലും ഒക്കെ വ്യാപാരികളുടെ മക്കളും അതിനോട് ആ നിലവിൽ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ജനറൽ സെക്രട്ടറി വിൻസെന്റ് ഗോൺസാഗ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ AT ഫ്രാൻസിസ്, മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മച്ചിങ്ങൽ അബൂബക്കർ, P ഹരിദാസ്, അനസ് യൂണിയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി അനീഷ് പനോലൻ സ്വാഗതവും ട്രഷറർ P വേണുഗോപാൽ നന്ദിയും പറഞ്ഞു. സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ ബഡ് സ്കൂൾ ഫോർ ദി ഹിയറിംഗ് ഇംപയർഡിലെ വിദ്യാർത്ഥികൾക്ക് പുതിയൊരു പ്രക്രിയയിലൂടെ ആത്മവിശ്വാസവും തൊഴിൽ പരിശീലനവും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ ആരംഭിക്കുന്ന മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രതീക്ഷയുടെ പുതിയൊരു തീർത്ഥടാകം എന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിലമ്പൂർ മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ T അബ്ദുൽ വാജിദ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക സൂറ BV അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഉത്പാദന മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും അവർക്ക് മാനസികോല്ലാസത്തോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള പരിശീലനം നൽകുവാനും ലക്ഷ്യമിട്ടാണ് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വാള, നട്ടർ, തിലോപ്പിയ തുടങ്ങിയ 300ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചത്. കുട്ടികൾ തന്നെ നേരിട്ട് പരിചരിക്കുന്ന ഈ മത്സ്യകൃഷി പദ്ധതിയിലൂടെ വിളവെടുക്കുന്ന മത്സ്യം സ്കൂളിലെ കുട്ടികളുടെ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഉപയോഗിക്കും. ചടങ്ങിൽ ജസീന TK സ്വാഗതം ആശംസിച്ചു. സ്കൂൾ സ്ഥാപകനായ ഡോക്ടർ EK ഉമ്മർ സാറിന്റെ പ്രിയപത്നി മാനേജ്മെന്റ് അംഗവുമായ ഖമറുന്നീസ, ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ നിസാർ അലി, ഉനൈസ തുടങ്ങിയവർ പങ്കെടുത്തു.
PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് NCP ബ്ലോക്ക് നേതൃയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നേതൃയോഗം NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PV അജ്മൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് ചൂണ്ടിക്കാണിച്ച് സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ മറുവശത്ത് മദ്യനിർമ്മാണ ലോബിക്ക് ഒത്താശ ചെയ്യുന്ന രീതിയിൽ മദ്യത്തിന് നികുതി ഇളവ് നൽകുവാനുള്ള ശ്രമം പ്രതിഷേധാർഹമാണെന്നും NCP ആരോപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പുതുതായി ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹംസ പാലൂരിന് സ്വീകരണവും നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മോഹൻദാസ്, ഷാജി ജോർജ്, ബേബി വെള്ളിമുറ്റം, അനീഷ് കെ പുന്നക്കുഴിയിൽ, ഡോക്ടർ സാജു MA, വേട്ടേക്കോട് നാസർ, TG സോമൻ എന്നിവർ സംസാരിച്ചു. 2026 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്ക സ്വീകരിക്കുന്ന വംശീയ നടപടികൾക്കെതിരെ സോക്കർ റേസിസം എന്ന പേരിൽ SIO മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം നിദാൽ സിറാജ് ഉദ്ഘാടനം നിർവഹിച്ചു. SIO മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അസ്ലം പടിഞ്ഞാറ്റുമുറി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമീൻ റന്ദീസി സമാപന ഭാഷണം നടത്തി. അമേരിക്ക എന്ന സാമ്രാജ്യത്വ രാഷ്ട്രം വ്യാജ അധികാരം ചമഞ്ഞ് ചില രാജ്യങ്ങൾക്കും കളിക്കാർക്കും ഒഫീഷ്യൽസിനും എതിരെ തങ്ങളുടെ വംശവെറി പുറത്തെടുക്കുന്നത് പരിപാടി ചോദ്യം ചെയ്തു. 2025 ആഫ്രിക്കയിലെ മികച്ച റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒമർ അർതാൽ എന്ന സൊമാലിയക്കാരനെ നാട്ടിലേക്ക് തിരിച്ചയച്ചതും അമേരിക്ക ഇറാനിലെ മിനാബ് സ്കൂളിൽ ബോംബിട്ട് കൊന്ന 168 പെൺകുട്ടികളെയും ഫലസ്തീൻ കൂട്ടക്കൊലയിലെ അമേരിക്കയുടെ പങ്കും എല്ലാം പ്ലക്കാർഡിലൂടെയും ഫ്ലെക്സിലൂടെയും ഉയർത്തിക്കാട്ടി. ഫ്രീസ്റ്റൈലർ ആദിലിന്റെ പ്രകടനം നടന്നു. പരിപാടിയിൽ 100-ൽ പരം ആളുകൾ ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.